പുതുവർഷത്തിലെ ആദ്യ ദൗത്യത്തിൽ ISROയ്ക്ക് വൻ തിരിച്ചടി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച PSLV C-62 ദൗത്യം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിന്റെ നിർണായകമായ മൂന്നാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് തിരിച്ചടിയായത്. 3, 2, 1, 0. S139 motor and ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന PSLV C-62വിന്റെ ആദ്യഘട്ടങ്ങൾ വിജയകരമായിരുന്നു. എന്നാൽ ബഹിരാകാശ പ്രയാണത്തിന്റെ നിർണായകമായ മൂന്നാം ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടു. നിശ്ചിത ഉയരത്തിൽ വെച്ച് നടക്കേണ്ട മൂന്നാം ഘട്ട വേർപെടലും ജ്വലനവും കൃത്യമായി നടക്കാത്തതിനെ തുടർന്ന് റോക്കറ്റിന്റെ ഗതി മാറി. ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ വിക്ഷേപണം പരാജയപ്പെട്ട വിവരം ഔദ്യോഗികമായി അറിയിച്ചു. The performance of the vehicle up to the end of close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. ISROയുടെ വിശ്വസ്ത വാഹനമായ PSLVക്ക് തുടർച്ചയായി നേരിടുന്ന രണ്ടാമത്തെ തിരിച്ചടിയാണിത്. 2025 മേയിൽ നടന്ന വിക്ഷേപണത്തിലും സമാനമായ രീതിയിൽ മൂന്നാം ഘട്ടം തകരാറിലായിരുന്നു. ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ESO-N1 അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളെയാണ് ഈ ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. അമേരിക്ക, സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 15 ചെറു ഉപഗ്രഹങ്ങളും ഇതോടെ നഷ്ടമായി. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന ദൗത്യമാണ് ഇതോടെ പാതി വഴിയിൽ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.